PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2002. ഒരു ചോദ്യം എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെയും കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിൻ്റെയും സിലബസിലുള്ള ഒരു ടോപ്പിക്കാണിത്. CSEB എക്സാമുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2002 ഇത് 2002 39ാമത്തെ ആക്റ്റാണ്. ആക്ട് നമ്പർ 39 ഓഫ് 2002. ഈ ആക്ട് നിലവിൽ വന്നത് 2002 ജൂലൈ 3-നാണ്. ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 3rd ജൂലൈ 2002. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് നിലവിൽ വന്നത് 2002 ഡിസംബർ 2-നാണ്. ഒന്നിലധികം സംസ്ഥാനങ്ങൾ ഏരിയ ഓഫ് ഓപ്പറേഷനായി വരുന്ന സൊസൈറ്റികളാണ് ഈ ഒരു ആക്റ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്ത്യയുടെ 53ാമത്തെ റിപ്പബ്ലിക് ഇയറിലാണ് ഈ ആക്ട് പാർലമെൻറ്റ് ഇനാക്ട് ചെയ്തത്. ഈ ആക്ടിന് 15 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. 15 ചാപ്റ്റേഴ്സുകളിലായിട്ട് 126 സെക്ഷൻസും 2 ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു. നമുക്കറിയാം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, കേരളത്തിൻ്റെ സഹകരണ നിയമത്തിൽ 3 ഷെഡ്യൂൾസ് ഉണ്ട്, 110 സെക്ഷൻസുമാണുള്ളത്. എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ 126 സെക്ഷൻസും 2 ഷെഡ്യൂൾസുമാണുള്ളത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസിൽ 38 റൂൾസും 8 ഷെഡ്യൂൾസും ഉണ്ട്. കൂടാതെ 5 ഫോംസും ആണ് ഉള്ളത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ 39 ഫോംസ് ഉണ്ട്. എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ 5 ഫോംസ് ആണ് ഉള്ളത്. അടുത്തത് ഒബ്ജക്റ്റ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തേത് രജിസ്റ്ററിംഗ് സൊസൈറ്റീസ് ഫോർ സേവിംഗ് ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്. ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിലെ മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് രജിസ്റ്ററിംഗ് സൊസൈറ്റീസ് ഫോർ സേവിംഗ് ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്. രണ്ടാമത്തേത് ടു ഫെസിലിറ്റേറ്റ് ദ വോളണ്ടറി ഫോർമേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ്സ് ആസ് പീപ്പിൾസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡ്. സ്വയം സഹകരണത്തിലൂടെയുള്ള വോളണ്ടറി ആയിട്ടുള്ള സൊസൈറ്റികളുടെ ഫോർമേഷനും ഡെമോക്രാറ്റിക് ഫങ്ഷനിങ്ങും ഈ ഒരു ആക്ട് ഉറപ്പുവരുത്തുന്നുണ്ട്. ടു ഇനേബിൾ ദം ടു പ്രൊമോട്ട് ദെയർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ്. അതുപോലെ തന്നെ സൊസൈറ്റികളുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ടു പ്രൊവൈഡ് ഫങ്ഷണൽ ഓട്ടോണമി ആൻഡ് അതർ മാറ്റേഴ്സ് കണക്റ്റഡ് ദെയർ വിത്ത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓട്ടോണമസ് ബോഡീസാണ്. അവയുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷനിങ്ങും ഈ ഒരു ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഒന്നുകൂടി പറയാം. രജിസ്റ്ററിംഗ് സൊസൈറ്റീസ് ഫോർ സേവിംഗ് ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്. To facilitate the voluntary formation and democratic functioning of cooperatives as people's institution based on self-help and mutual aid. To enable them to promote their economic and social betterment. To provide functional autonomy and other matters connected therewith. 2 ഷെഡ്യൂൾസ് ആണ് ഈ ഒരു ആക്റ്റിലുള്ളതെന്ന് പറഞ്ഞു. അത് ഒന്നാമത്തെ ഷെഡ്യൂൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇത് PYQ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത് ലിസ്റ്റ് ഓഫ് നാഷണൽ ഫെഡറേഷൻസ്. 21 നാഷണൽ ഫെഡറേഷനെ കുറിച്ച് ഈ ഒരു ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതും PYQ ആണ്. 2 ഷെഡ്യൂൾസ് ഉണ്ട്. ഫസ്റ്റ് ഷെഡ്യൂൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, സെക്കൻഡ് ഷെഡ്യൂൾ ലിസ്റ്റ് ഓഫ് നാഷണൽ ഫെഡറേഷൻസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 3 സബ്സെക്ഷൻ Gയിലാണ്. ഡെഫിനിഷൻസ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ സെക്ഷൻ 3 ഡെഫിനിഷൻസിനെ കുറിച്ച് പറയുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 3 സബ്സെക്ഷൻ Gയിലാണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 6 നാഷണൽ ഫെഡറേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നോക്കാം. സെക്ഷൻ 1 പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. KCS ആക്ടിലെ പോലെ തന്നെ സെക്ഷൻ 1 പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ടൈറ്റിൽ എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്നാണ്.
എക്സ്റ്റെൻഡ് ഹോൾ ഓഫ് ഇന്ത്യ. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത് ആപ്ലിക്കേഷൻ ആണ്. ഏതൊക്കെ സൊസൈറ്റികൾക്കാണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് പറയുന്നത് സെക്ഷൻ 2-ലാണ്. ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ പ്രവർത്തന പരിധി വരുന്ന എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഈ ഒരു ആക്ടിൻ്റെ പരിധിയിൽ വരുന്നു. All cooperative societies with objects not confined to one state which were incorporated before the commencement of this act under Cooperative Societies Act 1912, Multi-Unit Cooperative Societies Act 1942, Multi-State Cooperative Societies Act 1984. 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരവും മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 പ്രകാരവും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 പ്രകാരവും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ പ്രവർത്തന പരിധി വരുന്ന സൊസൈറ്റികൾ ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002-ൻ്റെ ആദ്യകാല രൂപമായിരുന്നു മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942. ഇത് 1942-ലെ 6ാമത്തെ ആക്ട് ആയിരുന്നു. അത് പിന്നീട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 ആയി മാറി. 1984-ലെ 51ാമത്തെ ആക്ട് ആയിരുന്നു അത്. 1984-ലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002-ൽ അമെൻഡ് ചെയ്തിട്ടാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് ആയിട്ട് മാറിയത്. അടുത്തത് സെക്ഷൻ 3 ആണ്, ഡെഫിനിഷൻസ്. സെക്ഷൻ 3 സബ്സെക്ഷൻ ഡിയിൽ സെൻട്രൽ രജിസ്ട്രാറെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അണ്ടറിൽ സൊസൈറ്റികളെ രജിസ്റ്റർ ചെയ്യുന്നത് സെൻട്രൽ രജിസ്ട്രാറാണ്. കാരണം ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്യുന്നത് സെൻട്രൽ രജിസ്ട്രാറാണ്. സെൻട്രൽ രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. സെൻട്രൽ രജിസ്ട്രാറെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 3 സബ്സെക്ഷൻ ഡിയിലാണ്. Central Registrar means the Central Registrar of Cooperative Societies appointed under Section 4, Subsection 1 and includes any officer empowered to exercise the powers of the Central Registrar. ഇങ്ങനെയാണ് സെൻട്രൽ രജിസ്ട്രാറെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 3 സബ്സെക്ഷൻ പിയിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. Multi-state cooperative society means a society registered or deemed to be registered under this act and includes a national cooperative society and a federal cooperative. നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഫെഡറൽ കോപ്പറേറ്റീവ്സും ഉൾപ്പെടെ ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റികളെയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്തത് സെക്ഷൻ 4 സെൻട്രൽ രജിസ്ട്രാർ. KCS ആക്ടിൽ സെക്ഷൻ 3-ലാണ് രജിസ്ട്രാറിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 4-ൽ സെൻട്രൽ രജിസ്ട്രാറെ കുറിച്ച് പറയുന്നു. സെൻട്രൽ രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അടുത്തത് സെക്ഷൻ 5 ഒബ്ജക്റ്റ്. സെക്ഷൻ 4-ലാണ് KCS ആക്ടിൽ ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 5-ലാണ് ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്. Multi-state cooperative societies which may be registered. Main objects are to serve the interest of members in more than one state. ഒന്നിലധികം സംസ്ഥാനങ്ങളിലുള്ള മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ലക്ഷ്യം. അടുത്തത് സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 6-ലാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് ഇൻഡിവിജ്വൽ ആണ് എങ്കിൽ മിനിമം 50 ആൾക്കാർ വേണം. ഏരിയ ഓഫ് ഓപ്പറേഷൻ മിനിമം 2 സ്റ്റേറ്റ് ഉണ്ടായിരിക്കണം. ഒരു സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് 5 സൊസൈറ്റീസ് മാത്രമേ വരാൻ പാടുള്ളൂ. അതുപോലെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രൊപ്പോസ്ഡ് ബൈലോയുടെ 4 കോപ്പിയാണ് ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് KCS ആക്ടിൽ കേരള സഹകരണ നിയമത്തിൽ നമ്മൾ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം പ്രൊപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പി കൊടുക്കണം. ഇനി അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ പ്രൊപ്പോസ്ഡ് ബൈലോയുടെ 4 കോപ്പിയാണ് കൊടുക്കേണ്ടത്. എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പ്രൊപ്പോസ്ഡ് ബൈലോയുടെ 4 കോപ്പീസ് എൻക്ലോസ് ചെയ്യണം. ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈസ് ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ സെൻട്രൽ രജിസ്ട്രാർ വിത്തിൻ 4 months. ഇറ്റ് മേ എക്സ്റ്റെൻഡ് ടു 5 months. അതായത് 4 മാസത്തിനുള്ളിൽ ഒരു രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ രജിസ്ട്രാർ 4 മാസത്തിനുള്ളിൽ അതിനൊരു തീരുമാനമെടുക്കണം. എന്നാൽ അത് മാക്സിമം 5 മാസം വരെ ആകാം.
ഇനി റെഫ്യൂസ് ചെയ്യുകയാണ് എങ്കിൽ അത് 15 ദിവസത്തിനുള്ളിൽ കൺസേൺ സൊസൈറ്റിയെ അറിയിക്കണം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് 15 ദിവസത്തിനുള്ളിലാണ്. അത് KCS ആക്റ്റിലും സെയിം തന്നെയാണ്. KCS ആക്റ്റിൽ ഒരു രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ 90 ദിവസത്തിനുള്ളിൽ ആയിരുന്നു നേരത്തെ അതിനൊരു തീരുമാനം എടുക്കേണ്ടത്. അതിപ്പോൾ അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് 60 ദിവസത്തിനുള്ളിൽ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നോട്ട് ചെയ്യണം. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ 60 ദിവസത്തിനുള്ളിലാണ് അതിനൊരു തീരുമാനം എടുക്കേണ്ടത് KCS ആക്റ്റിൽ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ സെൻട്രൽ രജിസ്ട്രാർ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 4 മാസത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനം എടുക്കണം. അത് മാക്സിമം 5 മാസം വരെ ആവാം. സെക്ഷൻ 7ലാണ് രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 1ലാണ്. സെക്ഷൻ 7 രജിസ്ട്രേഷൻ. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. സെക്ഷൻ 9 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ബോഡി കോർപ്പറേറ്റ്. ഇത് എല്ലാം KCS ആക്റ്റിലേതുപോലെ തന്നെ സെയിം ആണ്. സെക്ഷൻ 11 പറയുന്നത് അമെൻമെൻറ്റ് ഓഫ് ബൈലോ. സെക്ഷൻ 16 ലയബിലിറ്റി ലിമിറ്റഡ്. ഇത്തരം സൊസൈറ്റികളുടെ ഈ ഒരു ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റികളുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കണം. സെക്ഷൻ 22 കൺവേർഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻറ്റു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് സെക്ഷൻ 22 പറയുന്നു. എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ by an amendment of its bylaw extend its jurisdiction and convert itself into a multi-state cooperative society with the permission of the central registrar. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് സംസ്ഥാനത്തിൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറണമെങ്കിൽ ബൈലോ അമെൻഡ് ചെയ്യണം. അതിൽ ജൂരിസ്ഡിക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനുള്ള പെർമിഷൻ കൊടുക്കേണ്ടത് സെൻട്രൽ രജിസ്ട്രാറാണ്. സെക്ഷൻ 25 പറയുന്നത് ഹൂ ക്യാൻ ബിക്കം മെമ്പർ ഇൻ എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആർക്കൊക്കെ മെമ്പർ ആവാം എന്ന് പറയുന്നത് സെക്ഷൻ 25ലാണ്. ഇൻഡിവിജ്വൽ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്, എനി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എനി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏതെങ്കിലും ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാവാം. ഇൻഡിവിജ്വലിന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, സെൻട്രൽ ഗവൺമെൻറ്റിന് ഒക്കെ അംഗമാവാൻ കഴിയും. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, എനി ഗവൺമെൻറ് കമ്പനി ഓർ ഗവൺമെൻറ് കോർപ്പറേഷൻ, എനി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അപ്രൂവ്ഡ് ബൈ സെൻട്രൽ രജിസ്ട്രാർ. സെൻട്രൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനും ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാവാം. In national federation or federal type cooperative societies, individual membership is restricted. നമുക്കറിയാം KCS ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫെഡറൽ സൊസൈറ്റി ആണ് എങ്കിൽ അതിൽ ഇൻഡിവിജ്വലിനും മെമ്പർ ആവാം. എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫെഡറൽ ടൈപ്പ് സൊസൈറ്റികളിൽ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് റെസ്ട്രിക്റ്റഡ് ആണ്. ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയില്ല. അടുത്തത് സെക്ഷൻ 26 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ്. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 26ലാണ്. 29 ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ മെമ്പർഷിപ്പാണ് പറയുന്നത്. സെക്ഷൻ 29 ഡീൽസ് വിത്ത് ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഓഫ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 30 എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സിൻ്റെ എക്സ്പൾഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 30ലാണ്. സെക്ഷൻ 33 പറയുന്നു റെസ്ട്രിക്ഷൻസ് ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർസ്. KCS ആക്ടിൻ്റെ സെക്ഷൻ 22ലാണ് ഹോൾഡിംഗ് ഓഫ് ഷെയർസിൻ്റെ റെസ്ട്രിക്ഷനെ കുറിച്ച് പറയുന്നത്. എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 33ലാണ് റെസ്ട്രിക്ഷൻസ് ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർസ് പറയുന്നത്. സെക്ഷൻ 39 പറയുന്നത് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ചാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിരിക്കണം. സെയിം തന്നെയാണ്. സെക്ഷൻ 40 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. ബോർഡിൻ്റെ ഡയറക്ഷനിൽ ചീഫ് എക്സിക്യൂട്ടീവാണ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. ദ ചീഫ് എക്സിക്യൂട്ടീവ് മേ ഓൺ ദ ഡയറക്ഷൻ ഓഫ് ദ ബോർഡ് കോൾ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ 1 month ആഫ്റ്റർ ദ റെസീറ്റ് റിക്വസിഷൻ ഇൻ റൈറ്റിംഗ് ഫ്രം ദ സെൻട്രൽ രജിസ്ട്രാർ. സെക്ഷൻ 41 പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്ന മാക്സിമം അംഗങ്ങൾ 21. സെക്ഷൻ 44 പറയുന്നു എ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് സിറ്റിംഗ് MP or MLA
cannot be the president or vice president of a multi-state cooperative societies. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സിറ്റിംഗ് എം പിയോ എം എൽ എയോ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ആവാൻ പാടില്ല. A state or central government sitting MP or MLA cannot be the president or vice president of a multi-state cooperative society. അടുത്തത് സെക്ഷൻ 45 ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇലക്ഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 45 സെക്ഷൻ 48 പറയുന്നത് ഗവൺമെൻറ് നോമിനീസിനെ കുറിച്ചാണ്. നോമിനീസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ദ ബോർഡ്. സെക്ഷൻ 63 നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 63 ഡീൽസ് വിത്ത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. സെക്ഷൻ 86 വൈൻഡിങ് അപ്പ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ വൈൻഡിങ് അപ്പിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 86 ഈ സെക്ഷൻസ് എല്ലാം KCS ആക്റ്റുമായി മാറിപ്പോകരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്